നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസ് രക്തസാക്ഷി ധീരജിനെ അപമാനിച്ചു. SFI പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കെ സുധാകരന്റെ ഫ്ലക്സുകൾ തകർത്തു. കൊടിമരം പിഴുതെടുത്ത് ചുമലിലേറ്റി പ്രകടനം നടത്തി. കണ്ണൂർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി അധ്യാപകർ. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ധർണ. പങ്കുകൊണ്ട് വിവിധ സംഘടനകൾ. എന്ത് വില കൊടുത്തും കേന്ദ്രത്തിന്റെ ശ്രമങ്ങളെ തടയുമെന്ന് ഭാരവാഹികൾ. കുഞ്ഞു സ്വപ്നങ്ങളെ ഉറക്കാൻ കിടക്കകളുമായി കയർഫെഡ്. വിതരണം KV സുമേഷ് MLA പ്രത്യേക വികസന നിധിയിൽ. 4 ലക്ഷം രൂപ മുടക്കി 198 അംഗനവാടികൾക്ക് കിടക്കകൾ നൽകി. വാർത്തകൾ വിശദമായി. രക്തസാക്ഷി ധീരജിനെ അപമാനിച്ച KSU യൂത്ത് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിനിടെ അക്രമവും കോൺഗ്രസിന്റെ കൊടിമരവും സുധാകരൻ അനുകൂലമായി ഉയർത്തിയ ഫ്ലക്സ് ബോർഡും തകർത്തു. എന്നാൽ കോൺഗ്രസിന്റേത് എന്ന് തെറ്റിദ്ധരിച്ച് PK രാഗേഷ് വിഭാഗം ഉയർത്തിയ രാജീവ് ജി കൾച്ചറൽ ഫോറത്തിന്റെ കൊടിമരമാണ് SFI പ്രവർത്തകർ പിഴുതുമാറ്റിയത്. താലൂക്ക് ഓഫീസിന് മുൻവശം കേസ് തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് തകർത്തത്. ധീരജിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പട്ടത്ത് പ്രകടനം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ്ങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിനു വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുമ്പക്കുടി സുധാകരൻ എന്ന പരമച്ചറ്റ ഉൾപ്പെടെ ഈ കേരളത്തിലെ KSUവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിനു വേണ്ടി വീണ്ടും തയ്യാറായിരിക്കുമ്പോൾ SFIക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ് KSUവിനോട് പറയാൻ. KSRTC പരിസരം കേന്ദ്രീകരിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ മാർച്ചിന് ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് TP അഖില, നേതാക്കളായ K നിവേദ്, ജോയൽ തോമസ്, സനന്ദ് കുമാർ, സ്വാതി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ തളിപ്പറമ്പിലെ വീടിന് നേരെ ആക്രമണം. സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും തകർത്തിട്ടുണ്ട്. അക്രമികൾ ഇർഷാദിന്റെ പിതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇർഷാദിന്റെ വീട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. നേതാക്കളായ മുഹമ്മദ് ബ്ലാത്തൂർ, PK സരസ്വതി, രാഹുൽ വെച്ചിയോട്, TR മോഹൻദാസ് തുടങ്ങിയവർ DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഈ അക്രമം ഉണ്ടാകാനുള്ള കാരണം ഇന്നലെ രാവിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ ആ കൊലവിളി പത്രസമ്മേളനവും അതിനുശേഷം വൈകുന്നേരം മലപ്പട്ട് നടത്തിയ കൊല ചെയ്യാനുള്ള ആഹ്വാനവും. അദ്ദേഹം പറഞ്ഞത് കൊലക്കുള്ള ആഹ്വാനമാണ്. പുഷ്പചക്രം അർപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ്? അപ്പോൾ ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വീണ്ടും എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർത്തും, കാരണം ഇവിടെ തളിപ്പറമ്പിൽ തന്നെ കോൺഗ്രസ് ഓഫീസ് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് CPM ഇനിയെങ്കിലും മനസ്സിലാക്കും. കാരണം ഇത്തരത്തിലുള്ള അക്രമം ഇന്നലെ CPM യൂത്ത് കോൺഗ്രസുകാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി എന്തിനാണ് ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഇവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിനുള്ള അക്രമത്തിന്റെ അവർക്ക് നേരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം പാർട്ടി അണികൾക്ക് കൊടുക്കുകയാണ്. റിട്ടയർഡ് ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അരയാക്കണ്ടിപ്പാറയിലെ പകൽ വീട്ടിൽ നടന്ന പരിപാടി അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറുന്നതോടുകൂടി പ്രായഭേദമന്യേ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതായാണ് കണ്ടുവരുന്നതെന്ന് അജീഷ് പറഞ്ഞു.
പുതുതലമുറ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ അടിമപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. വീടുകളിൽ രക്ഷിതാക്കൾ കുട്ടികൾ പറയുന്ന കാര്യം ചെവികൊള്ളണം, ഇല്ലെങ്കിൽ ചെവി കൊടുക്കാൻ വേറെ ആൾക്കാർ ഉണ്ടാകും. അങ്ങനെ വന്നാൽ കുട്ടികൾ ലഹരിക്ക് അടിമയാവുകയും ക്രമേണ ലഹരി വിൽപ്പനക്കാരനായി മാറുമെന്നും അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് പറഞ്ഞു. ഒന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്, ഞാൻ പലപ്പോഴും ഇവിടെ വന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീടുകളിൽ കുട്ടികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മളൊരു സ്കൂളിലേക്ക് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പോകുന്ന വഴി അല്ലെങ്കിൽ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആ കുട്ടി ബസ്സിൽ പോകുമ്പോൾ ഓരോ കുട്ടികളോട് സംസാരിച്ച കാര്യങ്ങൾ, ആ കുട്ടികളുടെ വിശേഷങ്ങൾ നമുക്ക് അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ചെവി കൊടുക്കണം. നമ്മൾ പ്രായമുള്ളവരായാലും രക്ഷിതാക്കളായാലും ഈ കുട്ടികൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ ചെവി കൊടുക്കണം. ചെവി കൊടുക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ചെവി കൊടുത്തില്ലേ വേറെ ആരെങ്കിലും ചെവി കൊടുക്കും. അപ്പോൾ കുട്ടികൾ മറ്റൊരു രീതിയിലേക്ക് വളരാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മളോട് കുട്ടികളെ പിന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളും അങ്ങനെ തന്നെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറയുന്ന കാര്യത്തിൻ്റെ അളവ് കുറക്കും. പിന്നെ മെല്ലെ നിങ്ങളോട് പറയാതിരിക്കും. അത് സ്വാഭാവികം നടക്കുന്നതാണ്. അത് നമ്മൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. റിട്ടയേർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരിയകണ്ടിപ്പാറയിലെ പകൽ വീട്ടിൽ നടന്ന വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ പി റിൻഷ ക്ലാസ് എടുക്കുകയും വയോജനങ്ങൾക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള സംശയ നിവാരണവും നടത്തി. ആയുർവേദത്തിന് അഷ്ടാംഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കായ, ബാല, ഗ്രഹ, ഊർധ്വാംഗ, ശല്യ, ദംഷ്ട്ര, ജര, വൃഷ. അതിൽ ഈ ജര എന്ന് പറയുന്ന ജര ആയുർവേദം, അതിലാണ് നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരുടെ ചികിത്സയും. അതിൽ പ്രധാനമായിട്ട് പറയുന്ന രസായന തന്ത്രം, രസായനത്തിനെ കുറിച്ച്. രസായനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ഈ രസായന ചികിത്സ എന്ന് പറയുന്നത് ഏജിങ്, ഈ പ്രായം കൂടുന്നത് ആ പ്രോസസ്സിനെ ഡിലേ ചെയ്യാൻ, അതായത് പതുക്കെ പെട്ടെന്ന് പ്രായമാവാതെ പതുക്കെ പ്രായമാവുക. അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറക്കുക, അത് വരാതിരിക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മരുന്നുകൾ സേവിക്കാൻ പറ്റും, മരുന്ന് മാത്രമല്ല ആഹാരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് പി ലക്ഷ്മണൻ, ജില്ലാ സെക്രട്ടറി UP ശ്രീവത്സൻ, സംസ്ഥാന പ്രസിഡന്റ് കൊറ്റിയത്ത് സദാനന്ദൻ, സംസ്ഥാന സെക്രട്ടറി പി മോഹനൻ, EVJ നമ്പ്യാർ, രമാജി നമ്പ്യാർ, പി സുമതി, കെ ദിവാകരൻ, ക്യാപ്റ്റൻ PC രത്നാകരൻ, പ്രസന്ന രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസ് രക്തസാക്ഷി ധീരജിനെ അപമാനിച്ചു. SFI പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കെ സുധാകരന്റെ ഫ്ലക്സുകൾ തകർത്തു. കൊടുമരം പിഴുതെടുത്ത് ചുമലിലേറ്റി പ്രകടനം നടത്തി. കണ്ണൂർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി അധ്യാപകർ. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ധർണ. പങ്കുകൊണ്ട് വിവിധ സംഘടനകൾ. എന്ത് വില കൊടുത്തും കേന്ദ്രത്തിന്റെ ശ്രമങ്ങളെ തടയുമെന്ന് ഭാരവാഹികൾ. കുഞ്ഞു സ്വപ്നങ്ങളെ ഉറക്കാൻ കിടക്കകളുമായി കയർഫെഡ്. വിതരണം KV സുമേഷ് MLA പ്രത്യേക വികസന നിധിയിൽ. 4 ലക്ഷം രൂപ മുടക്കി 198 അംഗനവാടികൾക്ക് കിടക്കകൾ നൽകി.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. കണ്ണൂർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ അധ്യാപകർ താവക്കര യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ധർണ നടത്തി. AKPCTA, AKGCT, KUTC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ധർണ AKPCTA സംസ്ഥാന പ്രസിഡന്റ് A. നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെ താറുമാറാക്കാനുള്ള ചുമതല സംസ്ഥാനത്തിന്റെ ഗവർണർമാർക്ക്, ചാൻസലർമാർക്ക് കേന്ദ്ര ഗവൺമെന്റ് സംഘപരിവാർ കൈമാറിയാണ്. 2020 മറ്റൊരു അടിയന്തരാവസ്ഥ കാലത്ത്, രാഷ്ട്രീയ അടിയന്തരാവസ്ഥ കാലത്തല്ല, മറ്റൊരു അടിയന്തരാവസ്ഥ കാലത്ത്, കോവിഡിന്റെ ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ പാർലമെന്റിനകത്ത് വേണ്ടത്ര ചർച്ച നടത്താതെ മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേർന്നുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം 2020, ആ ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേരളം ഒഴിച്ചുള്ള, ചുരുക്കം സംസ്ഥാനങ്ങൾ ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അതിവേഗം നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാറിന് സാധിച്ചു. സംഘപരിവാറിന് അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാതിരുന്ന ചുരുക്കം സംസ്ഥാനങ്ങളെ സംഘപരിവാറിന്റെ വറുതിക്കുള്ളിൽ നിർത്തണമെങ്കിൽ അവർ കണ്ടുവച്ചിട്ടുള്ള മുഖ്യമായ ആയുധമായിരുന്നു ചാൻസലർ പട്ടം. CT ശശി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MP ഷനോജ്, ഡോക്ടർ KV മഞ്ജുള, പ്രമോദ് വെള്ളച്ചാൽ, ഡോക്ടർ KT ചന്ദ്രമോഹൻ, പ്രത്യുഷ് പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. KPCC പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരിച്ചു. വൈകുന്നേരം 4:20 സണ്ണി ജോസഫ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ സണ്ണി ജോസഫിനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് DCC ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ കൈവരിച്ച വിജയത്തിന് പൂർവ്വ സൈനികർ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. വിളക്കുന്തറ മൈതാനിയിൽ നിന്ന് ആരംഭിച്ച യാത്ര യുദ്ധസ്മാരകത്തിൽ സമാപിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും നടത്തി. ഒരു സംഘടനയുടെയും കൊടിയോ ചിഹ്നമോ ഇല്ലാതെ ഭാരതത്തിന്റെ വിജയത്തിൽ ഒന്നായാണ് സൈനികരും കുടുംബാംഗങ്ങളും ത്രിവർണ സ്വാഭിമാന യാത്രയിൽ അണിനിരുന്നത്. ദുബായിൽ കൊല്ലപ്പെട്ട ആനിമോൾ ഗിൽഡയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട ആനി. കഴിഞ്ഞ മെയ് 4-നാണ് ആനിയെ താമസ സ്ഥലത്ത് വെച്ച് സുഹൃത്ത് അബിൻലാൽ കുത്തിക്കൊലപ്പെടുത്തിയത്. യാബ് ലീഗൽ സർവീസസിന്റെ ഇടപെടലോടെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടിയായത്. തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയുടെ മൃതദേഹം ഇന്ന് രാത്രി 10:20 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന എയർ അറേബ്യയുടെ വിമാനത്തിലാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ദുബായ് കറാമിയിൽ വെച്ച് ആണ് ആനി കൊല്ലപ്പെട്ടത്. മെയ് 4-നാണ് ആനിയെ താമസ സ്ഥലത്ത് വെച്ച് സുഹൃത്ത് അബിൻലാൽ കുത്തി കൊലപ്പെടുത്തുന്നത്. യാബ് ലീഗൽ സർവീസസ് CEO സലാം പാപ്പിനിശ്ശേരി, യാബ് ലീഗൽ സർവീസസ് റീപാട്രിയേഷൻ ടീം അംഗങ്ങളായ നിഹാസ് ഹാഷിം, ലോയ് അബ്ദുൾ അസീസ്, ഇൻകാസ് യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് ഭാരവാഹി ശ്യാം, ദുബായ് ചാപ്റ്റർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നിയമ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 2024-25 വർഷത്തെ KV സുമേഷ് MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടി കുട്ടികൾക്കും കയർഫെഡ് നിർമ്മിച്ച കിടക്കകൾ വിതരണം ചെയ്തു. ചിറക്കൽ കല്ലടത്തോട് അംഗനവാടിയിൽ നടന്ന മണ്ഡലതല വിതരണോദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. അംഗൻവാടികളെ വളരെ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെ കുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും റിഫ്ലക്ഷൻ ഉണ്ടാകുക.
അംഗൻവാടി ടീച്ചർമാർക്കും ആയമാർക്കും മനസ്സിലാവും. ഇപ്പം നിങ്ങളൊരു 10 വർഷം വർക്ക് ചെയ്ത ടീച്ചറാണെങ്കിൽ ആയയാണെങ്കിൽ നിങ്ങൾക്ക് ആ 10 വർഷം മുന്നേ ഉള്ളതും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. വലിയ ചേഞ്ചാണ് ഇൻഫർമേഷൻ. ആയമാങ്ങളേക്കാൾ വർത്തമാനം പറയും അവരെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് വന്നിരിക്കുന്ന വലിയ മാറ്റമുണ്ടോ. അപ്പോൾ ചെറിയ കുട്ടികളാണ് ഏറ്റവും വിവരമുള്ള ആൾ. അതവരെ ഇതായിട്ട് പറയാനല്ല, ഇൻഫർമേഷൻ കൂടുതൽ അവർക്കാണ്. ആ ഒരു ലേണിംഗ് പീരീഡാണ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. അവരുടെ ബുദ്ധിശക്തിയെ അറിവിനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളെ മികച്ച അടിസ്ഥാന സൗകര്യമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. കുട്ടികളുടെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നത് അംഗനവാടികളാണ്. അംഗനവാടികളിൽ എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുമെന്നും അതിന് കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നും KV സുമേഷ് MLA പറഞ്ഞു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പഠന വിശ്രമ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ 198 അംഗനവാടികൾക്കായി 4,27,946 രൂപ ചെലവിൽ 538 കിടക്കകളാണ് വിതരണം ചെയ്തത്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ മോളി, N ശശീന്ദ്രൻ, വത്സല, വാർഡ് മെമ്പർ സുരേന്ദ്രൻ, ICDS സെൽ സീനിയർ സൂപ്രണ്ട് VK അമർനാഥ് ഭാസ്കർ, ICDS സെൽ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. വടക്കൻ കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. മെയ് 19, 20 തീയതികളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വകുപ്പ്. മെയ് 19 വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലും 20 കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് മുന്നറിയിപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ കാലവർഷം സജീവമായതോടെ അടുത്തയാഴ്ച അവസാനത്തോടെ കേരളത്തിലും മഴ സജീവമായേക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം മെയ് 16 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മധ്യ കേരളത്തിലൊഴികെ സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 23 മുതൽ 29 വരെ സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,720, പവന് 69,760 രൂപ, വെള്ളി 108 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് രക്തസാക്ഷി ധീരജിനെ അപമാനിച്ചു. SFI പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. K സുധാകരന്റെ ഫ്ലക്സുകൾ തകർത്തു. കൊടുമരം പിഴുതെടുത്ത് ചുമലിലേറ്റി പ്രകടനം നടത്തി. കണ്ണൂർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി അധ്യാപകർ. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ധർണ. പങ്കുകൊണ്ട് വിവിധ സംഘടനകൾ. എന്ത് വില കൊടുത്തും കേന്ദ്രത്തിന്റെ ശ്രമങ്ങളെ തടയുമെന്ന് ഭാരവാഹികൾ. കുഞ്ഞു സ്വപ്നങ്ങളെ ഉറക്കാൻ കിടക്കകളുമായി കയർഫെഡ്. വിതരണം KV സുമേഷ് MLAയുടെ പ്രത്യേക വികസന നിധിയിൽ. 4 ലക്ഷം രൂപ മുടക്കി 198 അംഗനവാടികൾക്ക് കിടക്കകൾ നൽകി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.